Good morning. Welcome back to our class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിലെ റിട്ടൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണൽക്ക് വേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രൊഫഷണൽക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രൊഫഷണൽക്ക് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൊഫഷണൽക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെ എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റിട്ടൺ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചർ റെഫറൻസിനുള്ള ഒരു ഡോക്യുമെൻ്റാണ് അല്ലെങ്കിൽ ഒരു എവിഡൻസാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ആ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യം എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സെൻഡിങ് മെസ്സേജസ്, ഓർഡേഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് ഇൻ റൈറ്റിംഗ് ത്രൂ ലെറ്റേഴ്സ്, സർക്കുലർസ്, മാനുവൽ, റിപ്പോർട്ട്സ്, ഓഫീസ് മെമ്മോസ്, ബുള്ളറ്റിൻസ് എക്സെട്ര. ഇത്രയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒഫീഷ്യലി അല്ലെങ്കിൽ കാഷ്വലായിട്ടാണെങ്കിലും ഒഫീഷ്യലായിട്ടാണെങ്കിലും നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് റിട്ടൺ ഫോർമാറ്റിൽ എഴുതി കൊടുക്കുന്നതിനെയാണ് നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ മിക്കവാറും ഓർഗനൈസേഷൻസിൽ വരുന്നത് ഒന്നെങ്കിൽ ഓർഡേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സംഗതികളാണ്. ഇപ്പോൾ നോട്ടീസ് അയയ്ക്കുക, അല്ലെങ്കിൽ മെമ്മോ അയയ്ക്കുക, സർക്കുലർ അയയ്ക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് മെമ്മോ, എന്താണ് സർക്കുലർ, അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ട്സ്, എന്താണ് നോട്ടീസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോന്നും ഓരോ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. എല്ലാ പർപ്പസിനും എല്ലാ സംഗതികളും നമ്മൾ ഉപയോഗിക്കാറില്ല. വളരെ ഒഫീഷ്യലായിട്ട് ഇൻഫോം ചെയ്യാനുള്ള മെസ്സേജസ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഫോർവേഡ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണിത്. അപ്പോൾ ഇതിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോർമൽ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഫോർമലായിട്ടുള്ള ഒരു മെത്തേഡാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒഫീഷ്യലി ഒരു മീറ്റിംഗ് വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടൊരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. അതിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ എ റിട്ടൺ ഡോക്യുമെൻ്റ് ഈസ് എ പെർമനൻറ്റ് റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസസ്. ഫ്യൂച്ചർ റെഫറൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർമനൻറ്റ് റെക്കോർഡാണ് ശരിക്കും റിട്ടൺ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ സംഗതികളും നമ്മൾ ഫയൽ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. ആ ഫയലുകളാണ് പിന്നീട് നമ്മളുടെ റെഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞിരുന്നു എന്ന് പിന്നീട് ഒരാൾ അത് മാറ്റി പറയാൻ ഇടവരുത്താതിരിക്കാനാണ് നമ്മൾ റിട്ടൺ ആയിട്ട് ഓരോ സംഗതികൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രൊഫഷണൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എ പ്രൊഫഷണൽ മസ്റ്റ് ബി എക്സൽ അറ്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഒരു പ്രൊഫഷണൽ എപ്പോഴും എന്താണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷനിലും അല്ലെങ്കിൽ ഇനി വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്താണ്, അയാൾ ആ മേഖലയിൽ അത്രയും എന്തായിരിക്കണം, എക്സലൻ്റ് ആയിരിക്കണം എന്നാണ് ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഷുഡ് നോ ഹൗ ടു യൂസ് ലാംഗ്വേജസ് ഫോർ ഗിവിങ് മെസ്സേജ് അക്രോസ്. അതായത് ഒരു മെസ്സേജ് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹയർ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും അല്ലെങ്കിൽ അയാളുടെ താഴെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ കൊളീഗ്സിന് ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ലാംഗ്വേജസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഒരേ വാക്കിന് പല അർത്ഥങ്ങളുണ്ടാകും, അല്ലെങ്കിൽ പല അർത്ഥങ്ങളുള്ള അല്ലെങ്കിൽ ഒരേ അർത്ഥമുള്ള പല വാക്കുകളുണ്ടാകും. അപ്പോൾ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ ഗ്രാമറും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനത്തെ ലാംഗ്വേജസ്, ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് നിർബന്ധമായിട്ടൊരു പ്രൊഫഷണൽ എന്തായിരിക്കണം, അറിഞ്ഞിരിക്കണം. They are efficient at utilizing all forms of grammar and
punctuations to add in depth meaning to their writings. അപ്പം നമ്മൾ വെറുതെ ഒരു കാര്യം ഇങ്ങനെ എഴുതി വിട്ടാൽ ചിലപ്പോൾ എന്താണ് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് പറ്റിയ ഗ്രാമർ, പങ്ക്ച്വേഷൻസ്, കോട്ട്സ്, അല്ലെങ്കിൽ അതിന് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിന് ഇൻ ഡെപ്ത് ആയിട്ടുള്ള മീനിങ്ങുകൾ വരുന്ന രീതിയിൽ വേണം ഒരു പ്രൊഫഷണൽക്ക് എന്ത് ചെയ്യാൻ, ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എഴുതി കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അതിന് അവരെന്തായിരിക്കും, അത്ര എഫിഷ്യൻ്റ് ആയിരിക്കും. അങ്ങനത്തെ പങ്ക്ച്വേഷൻസും ഗ്രാമറൊക്കെ ഉപയോഗിക്കാൻ ഒരു പ്രൊഫഷണൽ എന്തായിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് അതുപോലെ തന്നെ ഈച്ച് ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് റിക്വയർ ഡിഫറെൻറ്റ് ടെക്നിക്കൽ ആൻഡ് ലിറ്റററി സ്കിൽസ്. അതായത് ഇപ്പം ഒരു ഓഫീസിൽ പല രീതിയിലുള്ള നോട്ടീസസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് പല ആൾക്കാർക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഹയർ ഒഫീഷ്യൽസിന് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംഗതികളുണ്ടാവും, അല്ലെങ്കിൽ ലോവർ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജസ് ഉണ്ടാവും. അപ്പോൾ അതൊരിക്കലും ഹയർ ഒഫീഷ്യൽസിന് പോകില്ല, അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസിന് സബ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒന്നും എന്ത് ചെയ്യരുത്, ലോവർ ലെവലിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെ പല ടൈപ്പിലുള്ള പ്രൊഫഷണൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിന് പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ടെക്നിക്കൽ സ്കിൽസ് വേണം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലിറ്റററി സ്കിൽസ് വേണം. അതൊക്കെ ഒരു പ്രൊഫഷണൽക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. ഇറ്റ് റിക്വയർ കെയർഫുൾ തോട്ട് ആൻഡ് ക്ലിയർ മീനിങ്. എപ്പോഴും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള വാക്കുകളോ അല്ലെങ്കിൽ സെൻറ്റൻസസോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും എന്തായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം. ആ എഴുതുന്ന മെസ്സേജ് വായിക്കുന്ന ആൾക്ക് എന്താണ്, സെൻഡർ എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് റിസീവർക്ക് കിട്ടുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവണം അതിൽ ഉപയോഗിക്കേണ്ടത്. അത് വേർഡ്സ് ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും പങ്ക്ച്വേഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും സെൻറ്റൻസസ് ആണെങ്കിലും വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഒരുപാട് അത് എഴുതി പിടിപ്പിക്കുമ്പോൾ ഒരുപാട് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എഴുതി പിടിപ്പിക്കുക. അപ്പോൾ ചിന്തകളാണെങ്കിലും അതിൻ്റെ മീനിങ്ങുകളാണെങ്കിലും എന്താണ്, വളരെ വ്യക്തമാവണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ക്ലിയർ, കറക്റ്റ് ആൻഡ് ഈസി ടു റീഡ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ശരിയായ വിവരങ്ങളായിരിക്കണം എപ്പോഴും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചതുകൊണ്ട് അത് സത്യമാവില്ല. പെട്ടെന്ന് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വല്ല ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ക്വയറീസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ റെക്കോർഡുകളാണ് സംസാരിക്കുക. അപ്പോൾ റെക്കോർഡുകൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വല്ലാണ്ട് പൊലിപ്പിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയറായിട്ട് കറക്റ്റ് സത്യസന്ധമായ ഇൻഫർമേഷൻസ് ഈസി ടു റീഡ്, എളുപ്പം വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എഴുതി പിടിപ്പിക്കാൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആംബിഗ്വിറ്റി എന്നാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ എഴുതുന്ന സംഗതികൾ ഒരുപാട് കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പല വാക്കുകളും പല സിറ്റുവേഷനിലും ഉപയോഗിക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ പല വാക്കുകളും പല സ്ഥലത്തും നെഗറ്റീവ് മീനിങ്ങുകൾ അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യുന്നത്, നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഒരിക്കലും നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമ്മളങ്ങനെ വളരെ എളുപ്പമുള്ള സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴുള്ള മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്ന ആൾ, അതായത് റിസീവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാനും അതുപോലെ തന്നെ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ ഒഴിവാക്കാനും ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസാണ്. ഇപ്പോൾ ഇമെയിൽ അയക്കാറുണ്ട് നമ്മൾ. ഇമെയിൽ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ഇൻ്റർനെറ്റ് വെബ്സൈറ്റ്സിൽ നമുക്ക് കിട്ടുന്നതൊക്കെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻസാണ്. ലെറ്റേഴ്സ്, പ്രൊപ്പോസൽസ്, ടെലഗ്രാംസ്, ഫാക്സ്, പോസ്റ്റ് കാർഡ്, കോൺട്രാക്റ്റ് ഒക്കെ എന്താണ്, ഓൾമോസ്റ്റ് എല്ലാം റിട്ടൺ ഫോർമാറ്റിലുള്ള സംഗതികൾ. അതായത് ഒഫീഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഫോർമാറ്റുകളാണ് ഈ പറഞ്ഞ ഇമെയിൽ ആണെങ്കിലും, അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായി ഉപയോഗിക്കുന്ന വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് സംഗതികളാണ് ഇമെയിൽ, ലെറ്റർ, ഇൻ്റർനെറ്റ് വെബ്സൈറ്റ്സ്, പ്രൊപ്പോസൽസ്, ടെലിഗ്രാംസ്, ഫാക്സ്, പോസ്റ്റ് കാർഡ്, കോൺട്രാക്റ്റ് പോലെയുള്ളതൊക്കെ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു റീഡ് ആയിരിക്കണം. ഇനി അതിൻ്റെ ഫോംസാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഏതൊക്കെ മെത്തേഡുകളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഫോമുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം പറയുന്നത് ലെറ്ററാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോം ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് എന്ത്, ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് സ്ഥിരമായ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻറ്റും കൂടിയാണ്. ഓക്കെ,
യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരിക്കലും ഒരു ഓർഗനൈസേഷനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കാറില്ല. ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കാറില്ല. മിക്കവാറും കത്തുകൾ പോസ്റ്റ് വഴി പോകുന്നത് എങ്ങോട്ടായിരിക്കും? എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. ആ ഓർഗനൈസേഷന് പുറത്ത് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്ന കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ വല്ല ലീഗൽ അഡ്വൈസറി ബോർഡുകളായിരിക്കാം. ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കത്തുകളാണ് അയക്കാറ്. ആ കത്തുകൾ ഇന്നും അയക്കാറുണ്ട്. അതെന്താണ്? ഒരു വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. എ ലെറ്റർ ഹാസ് എ കോംപ്ലക്സ് ലേ ഔട്ട് വിച്ച് ഹാസ് ടു ബി കെയർഫുള്ളി ഫോളോഡ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഈ ലെറ്ററിൻ്റെ ഫോർമാറ്റ് മാറും. ഇപ്പോൾ ഗവൺമെൻറ്റിന് അയക്കുമ്പോൾ ഉള്ള ഫോർമാറ്റ് അല്ല നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് അയക്കുന്ന ഫോർമാറ്റ് അല്ല ഒരിക്കലും നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികൾക്ക്, നമ്മുടെ ചിലപ്പം സപ്ലയർ ആയിരിക്കാം, ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, ഒക്കെ എന്താണ് ഓരോരുത്തർക്ക് അയക്കുന്നതിനും ഓരോ ലേ ഔട്ടാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ? കൈകാര്യം ചെയ്യാൻ. അതുപോലെ തന്നെ ഈച്ച് പാർട്ട് ഓഫ് ലേ ഔട്ട് ഹാസ് എ പർപ്പസ് ആൻഡ് ഈസ് നീഡഡ് ഫോർ റെഫറൻസ്. അതുപോലെ തന്നെ കത്ത് എഴുതുമ്പോൾ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ ഒരുപാട് പഠിച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ സ്ഥിരമായി പഠിക്കുന്നതാണ് ലെറ്റർ റൈറ്റിംഗ് എന്നൊക്കെ. ആ ലെറ്റർ റൈറ്റിങ്ങിന് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ഫോർമാറ്റ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരും. ഓരോ പാർട്ടിനും ഇപ്പോൾ ഡേറ്റ് എവിടെ എഴുതണം, അല്ലെങ്കിൽ സ്ഥലം എവിടെ എഴുതണം, അല്ലെങ്കിൽ ആളുടെ പേര് എവിടെ എഴുതണം, കണ്ടൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, സബ്ജക്റ്റ് എവിടെ കൊടുക്കണം, ഒപ്പ് എവിടെ ഇടണം, റെഫറൻസ് എവിടെ കൊടുക്കണം, ഫോൺ നമ്പർ എവിടെ കൊടുക്കണം, ടു അഡ്രസ്സ് എവിടെയാണ്, ഫ്രം അഡ്രസ്സ് എവിടെയാണ്, ഇതിനൊക്കെ എന്തുണ്ട്? ഇതൊക്കെ ഓരോ ബോഡിയാണ്. ആ ലെറ്ററിൻ്റെ ഓരോ പാർട്ടാണ്. ആ പാർട്ടിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ടു അഡ്രസ്സ് എഴുതുന്നത് ആ കത്ത് ആർക്കാണ് എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ടു അഡ്രസ്സ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കത്തെഴുതാൻ പറ്റില്ല. ഇനി ഫ്രം അഡ്രസ്സ് വയ്ക്കാതെയും കത്തെഴുതാൻ പറ്റില്ല. കാരണം കിട്ടുന്ന ആൾക്ക് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയണം. എന്നാലേ അയാൾക്ക് അതിൻ്റെ പർപ്പസ് മുഴുവനാവുള്ളൂ. കണ്ടൻറ് ഇല്ലാതെ വെറുതെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും വെച്ച് എഴുതിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഡേറ്റ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ ഇത് എന്നാ അയച്ചതെന്ന് പിന്നീട് 2, 3 അല്ലെങ്കിൽ 5, 10 കൊല്ലം കഴിഞ്ഞ് റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സീരിയൽ നമ്പറുകളുണ്ടാവും. അതുപോലെ തന്നെ മറ്റു ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ലെറ്റർ എഴുതുമ്പോൾ അതിൽ റെഫറൻസ് നമ്പറുകളുണ്ടാവും. ആ റെഫറൻസ് നമ്പർ എവിടെ കൊടുക്കണം, എന്തിനാണ് റെഫറൻസ് നമ്പർ കൊടുക്കുന്നത്, ആ നമ്പറിൽ എന്തൊക്കെ സംഗതികളാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതടക്കം ഓരോ പാർട്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ലേ ഔട്ടിൽ അതിനനുസരിച്ച് ഓരോരുത്തർക്ക് അയക്കുന്നതിനനുസരിച്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. ഇറ്റ് ഈസ് പ്രിൻറ്റഡ് ഓൺ കമ്പനീസ് ലെറ്റർ ഹെഡ്. സാധാരണ കത്തുകൾ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്ന കത്തുകൾ സാധാരണ എഴുതുന്നത് എവിടെയാണ്? കമ്പനി ലെറ്റർ ഹെഡിലാണ് നമ്മൾ എഴുതുക. അതിന് മുകളിൽ ലെറ്റർ ഹെഡിൻ്റെ പേപ്പറിൻ്റെ മുകളിൽ കമ്പനിയുടെ പേരുണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, ആരാ അയക്കുന്നതെന്നുണ്ടാവും, ഏത് ഡേറ്റാന്ന് എഴുതുന്നുണ്ടാവും, എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് മേ ബി സെൻഡ് ബൈ ഇമെയിൽ, സ്പീഡ് പോസ്റ്റ്, കൊറിയർ ഓർ ഹാൻഡ് ഡെലിവറി. കത്തയക്കുന്ന മെത്തേഡുകളാണ്. ഒന്ന് മെയിലായിട്ടായിരിക്കും കത്തയക്കുന്നത്, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ നമ്മൾ കവറിലൊക്കെ ഇട്ട് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് സ്പീഡ് പോസ്റ്റിൽ അയക്കും, അല്ലെങ്കിൽ കൊറിയർ അയക്കും, അതും അല്ലെങ്കിൽ ഹാൻഡ് ഡെലിവറി നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ലെറ്റർ ഒന്നെങ്കിൽ ബൈ ഹാൻഡ് ആയിട്ട് കൊടുക്കാറുണ്ട്, മെയിൽ അയക്കാറുണ്ട്, കൊറിയർ അയക്കാം, സ്പീഡ് പോസ്റ്റ് അയക്കാം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്സ്. ഇനി അടുത്തത് രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പനികൾക്കകത്ത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഫോർമാറ്റാണ് മെമ്മോ എന്ന് പറയുന്നത്. മെമ്മോ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മെമ്മറാണ്ടം എന്ന് പറയുന്നത് എന്താണ്? അത് ശരിക്കും ഒരു ഇൻഫോർമൽ മെസ്സേജാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും മെമ്മോ എന്ന് പറയുന്നത്. അതായത് മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം കാര്യങ്ങൾ അറിയാൻ, ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ് സാധാരണ മെമ്മോ കൊടുക്കാറ്. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി കൺവേഡ് ബൈ എ മെമ്മോ. അപ്പം നമുക്ക് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫിന്, അല്ലെങ്കിൽ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത സ്റ്റാഫിന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യാനാണ് നമ്മൾ മെമ്മോ കൊടുക്കാറ്. മെമ്മോ ഫോംസ് ആർ സ്മോൾ ആൻഡ് ബ്രീഫ്. എപ്പോഴും മെമ്മോ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. കണ്ടൻറ്റ് എന്താണോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോർ ടു ദ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിൻ്റെ കോർ പാർട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേജുകൾ കണക്കിനല്ല, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫ്, അതാണ് ബ്രീഫ് എന്ന് പറയുന്നത്. ആ മെസ്സേജ് എപ്പോഴും എന്തായിരിക്കും? ബ്രീഫായിരിക്കും, സ്മോൾ മെസ്സേജ് ആയിരിക്കും. ഓക്കെ, അപ്പം മെമ്മോ ഫോം ഹാവ് എങ്ങനെയൊക്കെയാണ് മെമ്മോ ഉണ്ടാവാറെന്നുള്ളതാണ്
ആ മെമ്മോയിൽ കമ്പനിയുടെ നെയിം ഓൺ ദ ടോപ്പ്, നമ്മൾ നേരത്തെ ലെറ്റർ ഹെഡിൽ പറഞ്ഞ പോലെ തന്നെ ആ പേപ്പറിൻ്റെ മുകളിൽ കമ്പനിയുടെ നെയിം ഉണ്ടാവും, സ്പേസ് ഫോർ ഡേറ്റ് ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും, സെൻഡേഴ്സ് നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ആർക്കാണോ അയക്കുന്നത്, ആരാണോ അയക്കുന്നത് അയാളുടെ പേര്, അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ റിസീവേഴ്സ് നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ആർക്കാണോ നമ്മൾ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മെമ്മോ ആർക്കാണോ ഫോർവേഡ് ചെയ്യുന്നത് അയാളുടെ പേര്, അയാളുടെ ഡെസിഗ്നേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് കാണിക്കണം. ഇത്രയാണ് ഒരു മെമ്മോയിലുണ്ടാവുക. പിന്നെ മെസ്സേജ്, ആ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ ബ്രീഫ് ആൻഡ് ഷോർട്ടായിട്ടാണ് നമ്മൾ മെമ്മോ അയക്കാറ്. അല്ലാതെ 4-5 പേജ് കണക്കിനുള്ള നമ്മൾ മെമ്മോസ് എന്ത് ചെയ്യാറില്ല, അയക്കാറില്ല. അതാണ് മെമ്മോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത് നോക്കുന്നത് നോട്ടീസാണ്. നമുക്കറിയാം നോട്ടീസ് സാധാരണ നമ്മളെ വീട്ടിലൊക്കെ വരുന്ന സംഗതികളാണ് നോട്ടീസ്. പക്ഷേ അതൊരു ഇൻഫോർമലാണ്, ഒട്ടും ഫോർമലല്ല. മറിച്ച് ഒരു കമ്പനിക്കകത്ത് മെസ്സേജസ് നോട്ടീസായിട്ട് അയക്കുമ്പം അതായത് ആ ഓർഗനൈസേഷനിലെ എല്ലാ സ്റ്റാഫിനും കോമൺ ആയിട്ടുള്ളൊരു മെസ്സേജ് അയക്കുന്നത് നോട്ടീസ് വഴിയാണ്. മെമ്മോ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം മെമ്പേഴ്സ് തമ്മിൽ കൈമാറുന്നതാണ് മെമ്മോ. നോട്ടീസ് എന്ന് പറയുന്നത് ഹയർ അതോറിറ്റി ആ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും യൂസ്ഡ് വെൻ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻസ് ഹാവ് ടു ബി ഗിവൺ ദ സെയിം ഇൻഫർമേഷൻ. ഒരേ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കാനാണ് എന്ത് അയക്കാറ്, നോട്ടീസ് അയക്കാറ്. സാധാരണ ഒരു ഓർഗനൈസേഷനിൽ നോട്ടീസ് വരുമ്പം പിന്നെ കണ്ടൻറ് ഉണ്ടാവും. ആ കണ്ടൻറ്റിൽ എന്താണ് താഴെ ആരാണോ റിസീവ് ചെയ്തത് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരാണോ വായിച്ചത്, ആരൊക്കെ വായിക്കുന്നോ അവരൊക്കെ പേരെഴുതി ഒപ്പിടാറ് ഒരു പതിവാണ് അല്ലേ. അത് കോമൺ മെത്തേഡ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് കമ്പനിക്കകത്തെ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡാണ് ഇത് നോട്ടീസ് എന്ന് പറയുന്നത്. കാരണം ഒരു നോട്ടീസ് തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ പോവും, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസിൽ ഇങ്ങനെ കൈമാറി പോവും. അപ്പോൾ ആ നോട്ടീസിൽ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് ഷുഡ് ബി ഷോർട്ട്. നോട്ടീസ് എന്താണോ നമ്മൾ പറയാൻ വന്നത് അതായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നാളെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, അതാണ് മെസ്സേജ്. അത് എല്ലാ കമ്പനി സ്റ്റാഫിനും അയക്കാൻ അത്ര എഴുതിയാൽ മതി. ടുമാറോ ദർ വിൽ ബി എ മീറ്റിംഗ് അറ്റ് 10 o'clock. അതൊരു മെസ്സേജ്, അത്രേ പാടുള്ളൂ. സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഹയർ ലെവൽ തൊട്ട് ലോവർ ലെവൽ വരെ, അതായത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആൾക്കാരുണ്ടാവും, താഴേക്കിടയിൽ ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലിൽ വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വായിക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിരിക്കണം മെസ്സേജ്. ലാർജ് ലെറ്റർ സൈസ്, എപ്പോഴും നോട്ടീസിൽ ലെറ്റർ സൈസ് വലുതായിരിക്കും, പെട്ടെന്ന് കാണാനും അത് വായിച്ച് മനസ്സിലാക്കാനുള്ള സൈസിലാണ് സാധാരണ എന്ത് ചെയ്യാറ്, ലെറ്റേഴ്സ് എഴുതാറ്. വെൽ സ്പേസ്ഡ് എന്ന് പറഞ്ഞാൽ 2 വാക്കുകൾക്കിടയിലുള്ള സ്പേസ് അല്ലെങ്കിൽ ഒപ്പിടാനുള്ള സ്പേസൊക്കെ എന്തായിരിക്കും, ഒരുപാട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈസി റീഡിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വായിക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ഈ ലെറ്റർ സൈസ് കൂട്ടുന്നതും സ്പേസ് കൂടുതലാക്കി ഇടുന്നതും. ഓക്കെ, അതാണ് നോട്ടീസിൻ്റെ പ്രത്യേകത. നോട്ടീസ് ഈസ് പുട്ട് അപ്പ് ഓൺ ദ നോട്ടീസ് ബോർഡ്. സാധാരണ വലിയ ഓർഗനൈസേഷൻ 10,000-20,000 ആൾക്കാർ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇതിങ്ങനെ കൈമാറി പോകാമെന്ന് പറയുന്നത് വളരെ പോസിബിൾ അല്ല. സോ എന്ത് ചെയ്യും, നോട്ടീസ് ബോർഡിലിടും. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ബോർഡുകളിൽ എന്ത് ചെയ്യും, നോട്ടീസ് പതിപ്പിക്കും. അപ്പം സ്റ്റാഫ് പോകുമ്പോൾ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ആ മെസ്സേജ് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ സർക്കുലറാണ്. ഒരേ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സാണ്. സർക്കുലർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് മാറ്ററിൽ ആർക്കെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഓർഡേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കുലർ ഇറക്കുക. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ഗിവിങ് ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ ഓർ ഓർഡേഴ്സ് ഓൺ എ സ്പെസിഫിക് മാറ്റർ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് മാറ്റർ, ഇപ്പം നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസേൺഡ് പ്രോഡക്റ്റിൻ്റെ ഏതെങ്കിലും സർവീസിനെ കുറിച്ചോ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മാറ്ററിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഇൻസ്ട്രക്ഷനും ഓർഡേഴ്സൊക്കെ കൊടുക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റേഷനെ പറയുന്ന പേരാണ് സർക്കുലർ എന്ന് പറയുന്നത്. സർക്കുലർ ഹാസ് എ നമ്പർ ആൻഡ് എ ഡേറ്റ് ഫോർ റെഫറൻസ്. സർക്കുലറിൽ എന്തുണ്ടാവും, ഒരു നമ്പറും ഡേറ്റൊക്കെ കൃത്യമായി വെച്ചിട്ടുണ്ടാവും. കാരണം ഈ സർക്കുലർ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്തിരുന്നോ അല്ലെങ്കിൽ സർക്കുലർ പാസ് ചെയ്തിരുന്നോ എന്ന് പറയുമ്പോൾ ആ ഡേറ്റിന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർക്കുലർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് സൈൻഡ് ബൈ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഓഫ് ഇഷ്യൂവിങ് ഓഫീസർ. എപ്പോഴും സർക്കുലറിൽ എന്തുണ്ടാവും, ഒപ്പുണ്ടാവും. മനസ്സിലായില്ലേ, ആരാണോ ആ സർക്കുലർ ഇഷ്യൂ ചെയ്തത് അയാളുടെ
ഒപ്പുണ്ടാവും. സാധാരണ ഈ സർക്കുലർ കൊടുക്കുന്നത് ജനറലി സർക്കുലേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ആൻഡ് അതർ ഒഫീഷ്യൽ ബോഡീസ് ലൈക്ക് കൗൺസിൽസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹെഡ് ഓഫീസസ്. ഇപ്പം കോളേജുകൾ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ അണ്ടറിലുള്ള കോളേജുകളിലേക്ക് കൊടുക്കുന്ന ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനാണ് ശരിക്കും സർക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലർ വരും എന്ന് പറയും. സാധാരണ യൂണിവേഴ്സിറ്റികൾ കോളേജിലേക്ക് എന്ത് ചെയ്യില്ല, നോട്ടീസ് അയക്കാറില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള മെമ്മോസ് അയക്കാറില്ല. കോളേജിൻ്റെ അകത്ത് സ്റ്റാഫുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പം മെമ്മോ അയക്കാറുണ്ട്, അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജുകളിലേക്ക് കൊടുക്കുന്നത് ഏതാണ്? സർക്കുലറാണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഒഫീഷ്യൽ ബോഡീസ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഒഫീഷ്യൽ ബോഡീസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിൽസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹെഡ് ഓഫീസസ്. അപ്പോൾ ഹെഡ് ഓഫീസസ് നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്ക് വരുന്നത് സർക്കുലറാണ്. ഓക്കെ, ഇറ്റ് ഈസ് സെൻഡ് ബൈ മെയിൽ ഓർ ഫാക്സ് ടു ദ വേരിയസ് ഓഫീസസ്. മറ്റു ഓഫീസിലേക്ക് എന്താണ് പോസ്റ്റായിട്ട് അയക്കുന്നതിന് പകരം അതെന്ത് ചെയ്യും, മെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഫാക്സ് ചെയ്യും. ഈ 2 മെത്തേഡിലാണ് സർക്കുലർ എന്ത് ചെയ്യാറ്, സാധാരണ സർക്കുലേറ്റ് ചെയ്യാറ്. ഇനി 5-മത്തേത് റിപ്പോർട്ട്സാണ്. റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട്സ് എന്താണ്? ഇപ്പോൾ ആനുവൽ റിപ്പോർട്ട് ഒരു ഡോക്യുമെൻ്റാണ്. ആ ഒരു വർഷം നമ്മുടെ ഓർഗനൈസേഷനിൽ നടന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആക്ടിവിറ്റീസിൻ്റെയും, അതിൽ സെമിനാറിൽ പങ്കെടുത്ത ആൾക്കാരെ പേര്, എവിടെ വെച്ച് നടന്ന സെമിനാർ, എന്ന് നടന്നു, എന്തിനെക്കുറിച്ചാണ് നടന്നത്, ഒക്കെ ഡീറ്റെയിൽഡായിട്ട് എഴുതുന്നതാണ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരിക്കാം. എ ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ കമ്മിറ്റി. ഇൻഡിവിജ്വൽ റിപ്പോർട്ടുകളുണ്ട്, കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡൻറ്റിനെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി ഏർപ്പാടാക്കാറുണ്ട്. ആ കമ്മിറ്റി ആ ഏരിയയെക്കുറിച്ച് പഠിച്ച് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്ത് ചെയ്യും, എഴുതി സമർപ്പിക്കും. മനസ്സിലായല്ലേ? അത് എന്തിനാ വെച്ചാൽ റിപ്പോർട്ടിൽ സാധാരണ ഉണ്ടാവാറ് ഫോർ കളക്ടിങ് ഇൻഫർമേഷൻസ് ഓൺ എ ഗിവൻ സബ്ജക്റ്റ്. ഇപ്പോൾ ഒരു വർഷത്തെ നമ്മുടെ ആക്ടിവിറ്റീസാണ് ചോദിച്ചതെങ്കിൽ ആ ഒരു വർഷത്തെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഡീറ്റെയിൽസ്, ഡേറ്റ് സഹിതം, അന്ന് വന്ന ഗസ്റ്റ്, എത്ര ആൾ പങ്കെടുത്തു, എന്തിനെക്കുറിച്ചായിരുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കെയർഫുൾ റിസർച്ച് നടത്തണം. ആ ഒരു വർഷം നടന്ന സംഗതികൾ മാത്രമേ അതിനകത്ത് എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യരുത്, നടക്കാത്ത സംഗതികൾ എഴുതി വയ്ക്കരുത്. അത് വളരെ കെയർഫുള്ളായിട്ട് റിസർച്ച് നടത്തി ഡേറ്റൊക്കെ കളക്ട് ചെയ്ത്, അതിനാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ആ ഓരോ സംഗതിയെക്കുറിച്ച്, ഓരോ വർഷത്തിൽ നടന്ന ഓരോ എന്താ പറയുക, ഇൻസിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാം ആണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തും. എന്നിട്ട് ആ ഡാറ്റ കളക്ഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യും. ഇത്ര ആൾക്കാർ സെമിനാറിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഇത്ര സെയിൽസ് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര സെയിൽസിൽ മാറ്റം വന്നു, പുതിയ പ്രോഡക്റ്റ് ഇത്ര വന്നു, അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ഇത്ര ഡെവലപ്പായി, ഒക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഗ്രാഫൊക്കെ വരച്ച് ടേബിളൊക്കെ ഇട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് പ്രസൻറ്റേഷൻ ഓഫ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കൺക്ലൂഷനാണ്. അപ്പോൾ അതുവരെ നടന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും വെച്ച് ഇത്ര ആക്ടിവിറ്റി നടന്നു, ഇത്ര ചിലവ്, ഇത്ര വരവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കും. അങ്ങനെ കൺക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ റെക്കമെൻഡേഷൻസ്, അടുത്ത വർഷം നമുക്ക് ഇന്ന പരിപാടികൾ നടത്താം, അല്ലെങ്കിൽ ഇന്ന സംഗതികൾ ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസും റിപ്പോർട്ടുകളിൽ ഉണ്ടാവും. അപ്പം റിപ്പോർട്ടിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ലെങ്തി ഫ്രം 2 pages to a full ബുക്ക് ഡിവൈഡഡ് ഇൻ ടു ചാപ്റ്റേഴ്സ്. അത് ചിലപ്പോൾ റിപ്പോർട്ടുകൾ ബുക്കുകളായിരിക്കും, 10-400 പേജുള്ള ബുക്കായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേജെങ്കിലും എന്തായാലും റിപ്പോർട്ടിൽ ഉണ്ടാവണം. അപ്പം ബുക്കാവുമ്പോൾ സംഭവം എന്താ വെച്ചാൽ ഓരോ ചാപ്റ്റർ നമ്പർ 1 ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ നമ്പർ 2 അതിൻ്റെ സ്റ്റഡീസ്, ചാപ്റ്റർ നമ്പർ 3 ഡാറ്റ കളക്ഷൻ, ചാപ്റ്റർ നമ്പർ 4 അനാലിസിസ്, 5 പിന്നെ പ്രസൻറ്റേഷൻസ്, ഒക്കെ എന്താണ് ഓരോ ചാപ്റ്റർ വൈസായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വായിക്കുമ്പോൾ എന്താണ് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും. അതാണ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. 6-മത്തെ മിനിറ്റ്സ് ആണ്. ലാസ്റ്റ് പറയുന്നത് മിനിറ്റ് ബുക്കാണ്. മിനിറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റിട്ടൺ റെക്കോർഡാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കഷൻസ് ആൻഡ് ഡിസിഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റാണ് ശരിക്കും മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം മിനിറ്റ്സ് ബുക്ക് തന്നെ ആവണമെന്നില്ല, ഫയലാവാം. ഓക്കെ, ആ മിനിറ്റ്സിൽ അന്ന് നടന്ന പിന്നെ ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ ഡിസ്കഷൻസ് നടന്നു, അതിൽ ആരൊക്കെ പങ്കെടുത്തു, എന്തൊക്കെ തീരുമാനങ്ങളുണ്ടായി. ഇപ്പോൾ എന്തെങ്കിലും കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കമ്മിറ്റി രൂപീകരിച്ചു, അതിന് ഇത്ര ആൾക്കാരെ തിരഞ്ഞെടുത്തു, ഇന്നയാൾ പ്രസിഡൻറ്റ്, ഇന്നയാൾ സെക്രട്ടറി, ഇന്നയാൾ വർക്കിംഗ് കൺവീനർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ് സഹിതം എഴുതി അന്ന് പങ്കെടുത്ത ആൾക്കാരൊക്കെ ഒപ്പിട്ട് വെക്കുന്ന ഒരു സംഗതിയാണെന്ത് മിനിറ്റ്സ് എന്ന് പറയുന്നത്. എ റിട്ടൺ റെക്കോർഡ് ഓഫ് ഡിസിഷൻ ടേക്കൺ അറ്റ് എ മീറ്റിംഗ്. ഡിഫറെൻറ്റ് ബോഡീസ് ഹാവ് ദെയർ ഓൺ
കൺവെൻഷൻ ഓഫ് റെക്കോർഡിംഗ് ദ ഡിസ്കഷൻസ് ആൻഡ് ഡിസിഷൻസ്. അപ്പോൾ ഓരോരുത്തർ പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നടന്ന ഡിസ്കഷൻസിൻ്റെയും ഡിസിഷൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി റിട്ടൺ ബൈ ഹാൻഡ്. സാധാരണ നമ്മൾ ഓർഗനൈസേഷൻസിലൊക്കെ മിനിറ്റ്സ് ബുക്ക് എപ്പോഴും എന്താണ്, റിട്ടൺ ഹാൻഡ് ആയിരിക്കും. ഒന്നെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡൻറ്റ്. സാധാരണ സെക്രട്ടറിമാരാണ് മിനിറ്റ്സ് ബുക്ക് എന്ത് ചെയ്യാറ്, എഴുതാറ്. അല്ലെങ്കിൽ ടൈപ്ഡ് ആൻഡ് പേസ്റ്റഡ് ഇൻ എ മിനിറ്റ് ബുക്ക്. നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇന്ന ഡേറ്റിന് മിനിറ്റ്സ് ബുക്കിൻ്റെ ആ പേജിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഒട്ടിച്ച് വെക്കും. ഇനി അതും അല്ലെങ്കിൽ ടൈപ്ഡ് ആൻഡ് ഫയൽഡ് ഇൻ എ മിനിറ്റ് ഫയൽ. ബുക്ക് തന്നെ വേണം നിർബന്ധമില്ലെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഫയലായാലും മതി. മിനിറ്റ്സ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തെ മീറ്റിങ്ങിൻ്റെ ഡിസ്കഷൻസ് ആൻഡ് ഡിസിഷൻസ് ടേക്കണ്, ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളതൊക്കെ കൃത്യമായി ടൈപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫയലാക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി. ശരിക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മിനിറ്റ്സ് ബുക്കാണ്. ഓക്കെ, മിനിറ്റ്സ് ആർ ദ ലീഗൽ ഡോക്യുമെൻറ്റ്. പിന്നീട് എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാളെ എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒരാളെ പ്രസിഡൻറ്റിനെ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ സെക്രട്ടറി നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് ആരെങ്കിലും ചോദിക്കുമ്പം കാണിക്കാനുള്ള, കോടതിയിൽ വരെ അംഗീകരിക്കപ്പെടുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് ശരിക്കും എന്ത്, മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് ഓരോ ഡേറ്റ് സഹിതം വ്യക്തമായി എഴുതി റെക്കോർഡ് ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റാണ് ശരിക്കും എന്ത്, മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഫോംസ് പഠിക്കാനുള്ളത്. സ്ഥിരമായി എസ്സേ ചോദിക്കുന്ന ഒരു സംഗതിയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.